ഋതിക, ഇപ്പം നമ്മൾ പറയുന്നത് ഈ നിൽക്കുന്ന വണ്ടിയെ റോഡിൻ്റെ ഇടതുവശം പരമാവധി ഒതുക്കി നിർത്തുക എന്നാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ഒരു ഭാഗമാണ്. വരുന്ന ഒരു വണ്ടിയെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒതുക്കി നിർത്താൻ പറയും. ഇത് നമ്മൾ പഠിച്ച അതേ പാഠമാണ്. ഇത് എങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗിയർ ഇടുന്നു, ഗിയർ ഇട്ട് എല്ലാം റെഡിയാക്കിയിട്ട് ഇടതുവശം നമ്മൾ നോക്കണം. കല്ലോ കുഴിയോ പോസ്റ്റോ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി മൂവ് ചെയ്താലുടൻ സ്റ്റിയറിങ്ങിനെ ഫുൾ എങ്ങോട്ട് തിരിക്കണം? ലെഫ്റ്റ് തിരിക്കണം. അപ്പോൾ വണ്ടി പരമാവധി ഇടതുവശം ചേരും. അപ്പോൾ പരമാവധി ഇടതുവശം ചേർന്ന് കഴിഞ്ഞാൽ അതുപോലെ വീണ്ടും എങ്ങോട്ട് തിരിക്കണം? ഫുള്ള് റൈറ്റ് തിരിക്കണം. റൈറ്റ് തിരിച്ച് ബോഡി ലെവലാവുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. അപ്പോൾ അവിടെ ആക്സിലേറ്റർ ഒരുപോലെ വച്ചുകൊണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടത് ഏതിലാണ്? ക്ലച്ചിലാണ് സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ കൊടുക്കുന്ന ആക്സിലേറ്ററിൽ വണ്ടി പോകാൻ അറയ്ക്കുകയോ വണ്ടി എൻജിൻ ഓഫ് ആകുന്നു എന്ന് തോന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ ആക്സിലേറ്ററിൻ്റെ ലെവൽ വീണ്ടും കൂട്ടണം. പക്ഷേ ക്ലച്ച് എവിടെ നിന്ന് ഉയർന്നു പോകരുത്? ഹാഫ് ക്ലച്ച്. ഓക്കെ, കാൽ ആക്സിലേറ്ററിൽ വയ്ക്കൂ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ തിരിക്കുന്ന വഴി കാണണം. കണ്ടല്ലോ? ഓക്കെ, ക്ലച്ച് പയ്യെ റിലീസ്. ഹാഫ് ക്ലച്ചിൽ ക്ലച്ച് എത്തിയിട്ട് ഹാഫ് ക്ലച്ചിൽ ക്ലച്ച് എത്തിയാലുടൻ ഫുള്ള് ലെഫ്റ്റ് തിരിക്കൂ. മുഴുവൻ തിരിക്കും. ഒരാളുണ്ട്, ശ്രദ്ധിച്ചോണം. ഇപ്പോഴും ക്ലച്ച് കറക്റ്റ് ഹാഫ് ക്ലച്ച് ആയതുകൊണ്ടാണ് ആളിൻ്റെ പുറത്തട്ടത്. ക്ലച്ച് ഉയർന്നു പോയാൽ ആളിൻ്റെ പുറത്തട്ടും. പയ്യെ ക്ലച്ച് കൺട്രോൾ ചെയ്ത് ഓടിക്കും. യെസ്, പരമാവധി ലെഫ്റ്റ് സൈഡ് ചേരട്ട്. വരട്ട്, വീണ്ടും വരട്ട്, നിൽക്കാതെ വരട്ട്. വന്നല്ലോ. ഇനി ഫുള്ള് റൈറ്റ് തിരിക്കും. ക്ലച്ച് അല്പം കൂടെ ഒന്ന് റിലീസ് ആയിക്കോട്ടെ. കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് വരട്ടെ. ക്ലച്ച് റിലീസ്. വണ്ടി എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ചുകൂടെ ലെഫ്റ്റിലോട്ട് തിരിക്കൂ. കുറച്ചുകൂടെ ഇടതുവശം ചേരാനുണ്ട് കേട്ടോ. കൊണ്ടുവരും. കണ്ട് ഇങ്ങനെ പരമാവധി ഇടതുവശം ചേർന്നിട്ട് വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. വണ്ടി ഇങ്ങനെ നിൽക്കരുത്. ക്ലച്ചിൽ കൺട്രോൾ ചെയ്യണം. ഫുള്ള് റൈറ്റ് തിരിക്കും. മുഴുവൻ വണ്ടി നിൽക്കരുത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് വണ്ടി ലെവലാവണം. നോക്കിയോ, വണ്ടി ലെവലാവുമ്പോൾ 2 റൗണ്ട് റിട്ടേൺ. ഓക്കെ, കറക്റ്റായി. പക്ഷേ ഇവിടെയൊന്നും ക്ലച്ചിൻ്റെ കറക്റ്റ് ഹാഫ് ക്ലച്ചിൽ നിർത്താൻ പറ്റിയില്ല. എപ്പോഴും സ്പീഡ് കൂടുന്നു നിൽക്കുന്നു. അത് ക്ലച്ച് എവിടെ നിർത്താത്തതുകൊണ്ടാണ്? കറക്റ്റ് ഹാഫ് ക്ലച്ച് മൂവിങ് പൊസിഷനിൽ നിർത്താത്തതുകൊണ്ടാണ്. ചവിട്ടുന്നത് കൂടിപ്പോകുന്നതുകൊണ്ടാണ് വണ്ടി നിൽക്കുന്നതും. അത് കൂടിപ്പോകുന്നതുകൊണ്ടാണ് എടുക്കാൻ താമസിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഹാഫ് ക്ലച്ചിൽ നിന്ന് ഒരു പോയിന്റ് മാത്രം ചവിട്ടെടുക്കുകയും ചെയ്താൽ ഈ പ്രശ്നം വരില്ല. മനസ്സിലായോ? ഓക്കെ, മതി. സ്റ്റോപ്പ് ചെയ്താ ആദിത്യൻ.